ഞാൻ എന്നും തോൽക്കണം. ഞാൻ ശബരിമലയിൽ ചെന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഒരു കാലത്ത് ഞാൻ ജയിക്കരുത്, തോൽക്കണമെന്ന പ്രാർത്ഥനയോടെയാണ് എൻ്റെ ജീവിതം ഞാൻ തുടങ്ങിയിരിക്കുന്നത്. ഒവ്വൊരു തെരഞ്ഞെടുപ്പിലും ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരൊറ്റ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. എന്നാൽ ഡോക്ടർ കെ പത്മരാജൻ എന്ന ഈ സ്ഥാനാർത്ഥി തോൽക്കാനായി മത്സരിക്കുന്നവനാണ്. സംശയിക്കേണ്ട, ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥി എന്ന ഗിന്നസ് റെക്കോർഡ് തന്നെയാണ് പത്മരാജന്റെ ലക്ഷ്യം. തമിഴ്നാട് സേലം ജില്ലയിലെ മേട്ടുടയാൽ എന്ന ഗ്രാമത്തിലെ ടയർ കച്ചവടക്കാരനാണ് പത്മരാജൻ. രൂപത്തിലും ഭാവത്തിലുമെല്ലാം ഒരു തമിഴ് ലുക്കുണ്ടെങ്കിലും സത്യത്തിൽ പയ്യന്നൂർ കുഞ്ഞിമംഗലത്താണ് പത്മരാജന്റെ തറവാട്. 88-ൽ തമിഴ്നാട്ടിലെ മേട്ടൂർ നിയമസഭാ മണ്ഡലത്തിലായിരുന്നു പത്മരാജന്റെ കന്നി അംഗം. 77-ൽ KR നാരായണനെതിരെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചു. അബ്ദുൽ കലാം, പ്രതിഭ പാട്ടീൽ, നരസിംഹറാവു, വാജ്പേയി ഇങ്ങനെ പ്രമുഖർക്കെതിരെ എല്ലാം മത്സരിച്ച് തോറ്റിട്ടുണ്ട് പത്മരാജൻ. 91-ൽ ആന്ധ്രയിലെ നന്ദ്യാൽ മണ്ഡലത്തിൽ നരസിംഹറാവുവിനെതിരെ മത്സരിച്ചപ്പോൾ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതാണ് തെരഞ്ഞെടുപ്പിലെ ഏക ദുരനുഭവം. 2011-ൽ മേട്ടൂരിൽ നിന്നും 6273 വോട്ട് നേടിയത് തെരഞ്ഞെടുപ്പിലെ ആദ്യ അത്ഭുതവും. ഇത്തവണ വഡോദരയിൽ നരേന്ദ്രമോദിക്കെതിരെയും ധർമ്മപുരിയിൽ ഡോക്ടർ അൻപുമണി രാംദാസിനെതിരെയുമാണ് പത്മരാജന്റെ മത്സരം. പത്മരാജന്റെ ചിഹ്നം എന്താണെന്നോ? ബലൂൺ. അതിനുമുണ്ട് ഒരു കാരണം. അതെ, ബലൂണ് പോലെ പൊട്ടണം സാർ, ബലൂണ് പോലെ പൊട്ടും. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.